ഹലോ, ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? ലെറ്റ്സ് ഗോ. ബിരിയാണി ഇപ്പോൾ നമ്മുടെ ദേശീയ ഭക്ഷണമായി മാറിയിരിക്കുകയാണല്ലോ. ഡെയിലി സാധാ ചോറും കറിയും കഴിച്ച് മടുക്കുമ്പോൾ ആഴ്ചയിലൊരിക്കൽ ഒരു ബിരിയാണി, അതിപ്പോൾ ഞങ്ങളുടെ പതിവായി മാറിയിരിക്കുക. അതാകുമ്പോൾ വഴക്കില്ലാതെ എൻ്റെ ദൈവവും കഴിച്ചോളൂ. ഇതിനെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, തൈര് ഇത്രയും കൂടെ അരച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് ആ അരപ്പും കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ് ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കണം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് സവോളയൊക്കെ കട്ട് ചെയ്ത് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കുറച്ച് സവോള വറുത്തെടുക്കാം. കാഷ്യൂനട്ട് കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. എന്നിട്ട് അതേ പാനിലേക്ക് കുറച്ച് സ്പൈസസ് പൊട്ടിച്ച് മസാലയ്ക്കുള്ള സവാള വഴറ്റാനിടാം. സവാള വഴണ്ട് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി അത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിടാം. അതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി കുറച്ച് ഏറെ ഇടണേ, മുളക് പൊടി കുറച്ച് മതി. ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ അതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ചോറിനുള്ള പരിപാടി റെഡിയാക്കാം. അത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ബിരിയാണിക്കുള്ള സ്പൈസസൊക്കെ പൊട്ടിച്ച് കഴുകി വെച്ച് അരിയും അതിലിട്ട് കുറച്ച് നേരം റോസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. പലരും പല രീതിയിലാണ് ചോറ് വേവിക്കാൻ വെക്കുന്നത്. ചിലർ വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ടാണ് അരി ഇടുന്നത്. ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ചോറ് ഒരു 80% വെന്ത് കഴിയുമ്പോൾ പകുതി ചോറ് മാറ്റിയിട്ട് നമ്മുടെ മസാല അതിലിട്ട് വീണ്ടും ചോറ് അതിൻ്റെ മേളിൽ ഇട്ടിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും സവാള വറുത്തതും ഒക്കെ അതിൻ്റെ മേളിൽ വിതറിയിട്ട് കുറച്ച് പാലും മഞ്ഞൾപ്പൊടിയിലും മിക്സ് ചെയ്തിട്ട് അതും അതിൻ്റെ മേളിൽ ഒഴിച്ച് നമുക്ക് ദമ്മിടാൻ വെക്കാം. ഒരമണിക്കൂർ അങ്ങനെ ലോ ഫ്ലെയിമിൽ ദമ്മിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബിരിയാണി റെഡി. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് സാലഡും റെഡിയാക്കിയിട്ടുണ്ട്. ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.